കലണ്ടർ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് പറയാം. ഞങ്ങളൊക്കെ ജനിക്കുമ്പോൾ 1921 കാലഘട്ടം, 21 മുമ്പ്, 21 ശേഷം. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. We are going to witness a historical event in this proud hall. It is going to release the famous book Musalia King, Marple Malabar Rebellion, based historical events connected by after his long journey and research work have been reached to a conclusion as a book which is named Musalia King. ഇവിടെ പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ അബ്ബാസ് പനക്കൽ അവർ രചിച്ച മുസലിയാർ കിങ് എന്ന ഇന്ന് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. തുർക്കിക്ക് ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം പല റിവോൾട്ടുകളും കലാപങ്ങളും സമരങ്ങളും നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മലബാർ കേന്ദ്രീകരിച്ചു നടന്ന ഐതിഹാസികമായ സംഭവമാണ്, ചരിത്ര സംഭവമാണ് മലബാർ റിബല്ലിയൻ. കേരളത്തിലെ മറ്റൊരു ചരിത്രകാരൻ കണ്ടെത്തിയ ആ ഫോട്ടോ അത് യഥാർത്ഥമല്ല എന്ന് സ്ഥാപിക്കുന്നതും എന്നാൽ എന്താണ് അതിൻ്റെ വസ്തുത എന്നൊക്കെ വിവരിക്കുന്ന ഒരു പഠനാർഹമായ പുസ്തകമാണ് ഈ പുസ്തകം. നമ്മൾ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം റിപ്പോസിറ്ററീസ് ആണ്. ഈ ചരിത്രത്തിൻ്റെ നേരത്തെ നമുക്ക് അന്ന് എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ആളുകൾ കേട്ടതോ ഒക്കെ ആയ സംഭവങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ മലബാർ സമരത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും എല്ലായിടത്തെ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, നമ്മൾ അതിൻ്റെ ഒരു റിപ്പോസിറ്ററി ആയിട്ട് ജനിച്ച ആളാണ്. ഞാൻ ജനിച്ചത് വേങ്ങരയിലാണ്. വേങ്ങരയിൽ ഞങ്ങൾക്ക് കാലങ്ങൾ, നമ്മൾ കലണ്ടർ, ആ നാട്ടിലെ തിരുരങ്ങാടി എന്ന് പറയുന്ന വലിയ ദേശത്തിൻ്റെ ഒരു ഭാഗമാണ് അന്ന് വേങ്ങര. ആ വേങ്ങരയിലെ കലണ്ടർ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് പറയാം. ഞങ്ങളൊക്കെ ജനിക്കുമ്പോൾ 1921 കാലഘട്ടം, 21 മുമ്പ്, 21 ശേഷം. ആ നാട്ടിലെ എല്ലാ വീട്ടുകാർക്കും അത്ര ഒരു കഥ പറയാനുണ്ടാവും. അവർ പറയുന്നത്, ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിച്ചത് 21 കാലത്തിലായിരുന്നു. എല്ലാവരും ജീവിതത്തിലും കലണ്ടറാണ് 21 ഇല്ലാത്ത ഒരു സംഭാഷണങ്ങൾ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിട്ടില്ല. എല്ലാവരുടെ കയ്യിലും അത്തരത്തിലുള്ള ഡോക്യുമെന്റുകളുണ്ട്. നമ്മൾ നേരത്തെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലേഖനങ്ങൾ എഴുതുമ്പോൾ നമ്മളത് ആ അനുഭവങ്ങൾ പലപ്പോഴും പകർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ PhD ചെയ്യുകയും പോസ്റ്റ് ഡോക്ടർ പഠനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ട് പിന്നെ പുസ്തകം എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെയൊക്കെ പ്രൈമറി സോഴ്സ് നമ്മൾ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഓരോ വീടും ഓരോ ആളുകളുമാണ് ഇതിൻ്റെ പ്രൈമറി സോഴ്സ് നമുക്ക് മനസ്സിലായത്. നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോഴാണ് നമ്മൾ 1857 നമ്മൾ ആഘോഷിച്ചു. അതിൻ്റെ 100ാം വാർഷികവും ഒക്കെ നമ്മൾ വളരെ വിപുലമായിട്ട് ആഘോഷിച്ചു. 1857 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയെന്നാണ് പറയാം. എന്നാൽ അതിനു മുമ്പ് ബ്രിട്ടീഷ് കളക്ടറെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന് സമരം നടത്തിയത് എവിടെയാണ്? കോഴിക്കോട്ടാണ്. നമ്മൾ കോഴിക്കോട് കളക്ടറേറ്റിലാണ് ആദ്യത്തെ കൊണോലി സാഹിബിനെ വെട്ടിക്കൊന്ന്. എന്നിട്ട് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള കൊണോലി സാഹിബ് ആരാ? നമ്മൾ കൊണോലി കനാലുണ്ടാക്കിയ ആളും തേക്ക് വെച്ച ആളും
ഒരുപാട് വികസനങ്ങൾ മലബാറിൽ നൽകിയ ഒരാളെന്നുള്ള രീതിയിലാണ് ഇന്നും ഞാൻ നാളെ അതിൽ എൻ്റെ പുസ്തകത്തിൽ വിമർശിക്കുന്നുണ്ട്. അത് ലീഗൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എഡിറ്റർ അത് കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ കോഴിക്കോട് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഉണ്ട്, അവരുടെ ലേഖനത്തിൽ അവർ പറയുന്നത് എന്താ, കൊണോലി സാഹിബിനെ വളരെ ഹൈ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതൊരു കൊളോണിയൽ ഹിസ്റ്ററിയിലെ പിന്നെ പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്ററിയിലും നമ്മൾ വിടുന്ന ഒരു രീതിയാണത്. അത് പറയുന്നത് ചിലപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. കൊണോലി സാഹിബ് ചെയ്ത തെറ്റുകൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പുസ്തകത്തിൻ്റെ റിലീസിൽ ഒരാൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ബേബി അതിനെക്കുറിച്ചൊക്കെ അവിടെ സംസാരിച്ചപ്പോൾ നമ്മുടെ അബൂബക്കർ സംസാരിച്ചു അത്. അപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വൈഫിന് വലിയ ട്രോമ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഒരാളിനെ ചോദിക്കുന്നത് കൊണോലിയുടെ വൈഫിന് വലിയ ട്രോമയാണല്ലോ വർഷങ്ങളോളം ഉണ്ടായതെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മലബാറിലെ പൂക്കോട്ടൂര് ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ഉപ്പയെ കൊണ്ടുപോകുമ്പോൾ മുന്നിൽ നിന്നിട്ട് എൻ്റെ ഉപ്പയെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ നേരെ വെടിയുതിർത്ത് ആ പെൺകുട്ടിയെയും ഉപ്പയെയും വെടിവെച്ച് കൊന്ന ആളുകളാണ് പറയുന്നത് ഈ കളക്ടറെ ഭാര്യക്ക് ട്രോമ ഉണ്ടായിരുന്നു. എന്താണ് അത് സംഭവിച്ചത്? കളക്ടറെ വെട്ടിക്കൊല്ലാൻ വേണ്ടി പോയ ആളുകൾ ആ കളക്ടറെ ഭാര്യയെ വെറുതെ വിട്ടു. അവർക്ക് ഈസി ആയിരുന്നു, എണ്ണം കൂട്ടാൻ കളക്ടർ ഭാര്യയെ കൊല്ലൽ വളരെ ഈസി ആയിരുന്നു. പക്ഷേ കളക്ടർ ഭാര്യയെ അവർ വെറുതെ വിടുകയാണ് ചെയ്തത്. എന്നിട്ട് അതൊരാഴ്ച കഴിഞ്ഞാണ് ഞാൻ അത് നമ്മുടെ ലണ്ടനിലെ ആർക്കൈവ്സിൽ നിന്ന് അതിൻ്റെ എല്ലാ ഡോക്യുമെൻ്റ് എടുത്തു. അന്നത്തെ പത്രങ്ങൾ മുഴുവനായിട്ട് എടുത്തു. ആ പത്രങ്ങളിലൊക്കെ പറയുന്നത് പിന്നെ പ്രധാനമായിട്ടും അവർ പറയുന്നത് രക്തം കണ്ട് ഭയന്ന ഒരു സ്ത്രീയുടെ വിഷമങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് കൊളോണിയൽ ഹിസ്റ്ററിയിൽ അതാണ് പറയാം, പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്ററിയിൽ അതാണ് പറയാം. നമ്മൾ എന്നാൽ ഡീ കൊളോണിയൽ ഹിസ്റ്റോഗ്രാഫിയിൽ ആ നാട്ടുകാരെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, സ്വന്തം ഉപ്പയുടെ ജീവന് വേണ്ടിയിട്ട് കെഞ്ചുന്ന ഒരാളെ നിറയെ വെച്ച് കൊല്ലുന്ന ആളുകൾക്ക് എന്താ ഒരു സ്ത്രീയെ വെറുതെ വിട്ടു എന്നുള്ള അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അത് അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ അതിശയകരമായിട്ട് സ്ത്രീ പഠനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഞാനൊരു ലണ്ടനിൽ അന്നത്തെ ഒരു പത്രം എടുത്ത് വല് പറയുന്നത് മാപ്പിള ആമസോൺ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആ ഏരിയ വിളിക്കുന്നത് മാപ്പിള ആമസോൺ എന്നാണ്. ആമസോണിൽ ജീവിക്കുന്ന ആളുകൾ കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെ രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടാക്കുക. എന്നിട്ട് വളരെ രസകരമായിട്ട് പറയുന്നുണ്ടത് മലബാറിലെ സ്ത്രീകളൊക്കെ ഫെമിനിസ്റ്റുകളാണെന്ന്. 1921 ഇറങ്ങിയ ഒരു പത്രത്തിലെ ഒരു വലിയ പരാമർശമാണ്. അതിന് കാരണം പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അവരെ കൂടെ ഇവര് സഞ്ചരിക്കുന്നുണ്ട്, അവരെ കുട്ടികളൊക്കെ സമരത്തിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവർ ഫെമിനിസ്റ്റുകളാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലാത്ത ഒരു സമയത്ത് ഇവിടെ സ്ത്രീകൾ സമരത്തിന് ഇറങ്ങുകയും മുന്നിൽ നിൽക്കുകയും ചിലപ്പോഴൊക്കെ മരണപ്പെട്ട ആളുകളുടെ ഡ്രസ്സ് അവരെന്നെ പറയുന്നുണ്ട് ഡിസ്ഗൈസ്ഡ് മെൻ. അപ്പൊ തന്നെ അത് പുരുഷനായിട്ട് വസ്ത്രം ധരിച്ച് പൂക്കോട്ടൂരിൽ സ്ത്രീകൾ സമരം നടത്തിയിരുന്നു എന്ന് ഇത്തരം റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. ഇത്തരം ധീര വനിതകളുണ്ടായിരുന്ന അക്കാലത്ത്. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മൾ കൊണോലി സാഹിബിനെ കൊന്നത് പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെ കൊല്ലാനുള്ള ഗൂഢാലോചന നടന്നത് കുറ്റൂരാണ്. വേങ്ങരയിലെ കുറ്റൂര് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കൊല്ലാനുള്ള ഗൂഢാലോചന നടക്കുന്നത്. ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ നടന്നത് എവിടെയാണ്? നമുക്കിടയിലാണ്. നമ്മളെല്ലാം ജീവിക്കുന്ന ആ സമൂഹത്തിനിടയിലാണ് സമരം നടന്നത്. പിന്നെ വാര്യം കുഞ്ഞഹമ്മദ് ഹാജിയെ അറസ്റ്റ് ചെയ്യുന്നത് ജനുവരി 5-നാണ്. ജനുവരി 5-ന് മുമ്പേ ഈ ഡോക്യുമെന്ററി ഫിലിമിന്റെ പരസ്യങ്ങൾ അമേരിക്കയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുണ്ട്, അമേരിക്കൻ പത്രങ്ങളിലൊക്കെ ഡോക്യുമെന്ററി ഫിലിമിന്റെ പരസ്യം വന്നിട്ടുണ്ട്. ആ പരസ്യത്തിൽ വരുന്നത് ഇതേ ഡോക്യുമെന്റ് ആണ്. അതിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വാര്യം കുഞ്ഞഹമ്മദ് ഹാജിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അദ്ദേഹത്തിന്റെ പോലീസുകാർക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫോട്ടോയും ഈ ക്യാപ്ഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും വാര്യം കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഫോട്ടോ അല്ല. മറ്റൊരു പ്രധാന കാര്യം, ബ്രിട്ടീഷ് ഡോക്യുമെന്റിൽ ആരുടെ പേരിലാണ് റൗളിയെ കൊന്ന ചാർജ് ഉള്ളതെന്ന്, അതേപോലെ ബ്രിട്ടീഷ് ഡോക്യുമെന്റിൽ ആരുടെ പേരിലാണ് ജോൺസനെ കൊന്ന ചാർജ് ഉള്ളതെന്ന്. ഇത് രണ്ടും ഒന്ന് ഈ ചാർജുകൾ ഉള്ളത് പിന്നെ കുഞ്ഞിക്കാദറിന്റെ പേരിലും ലവക്കുട്ടിയുടെ പേരിലുമാണ്. അതുകൊണ്ട് അത് കൃത്യമാണ്, അത് അവരുടെ പേരിലാണ്. താങ്ക് യു, എല്ലാവരും വന്നതിന് സന്തോഷം. ഇത് ചെറിയൊരു ഇന്ററാക്ഷൻ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലുള്ള മലയാളികളായ ആളുകളോട് ഇന്ററാക്ട് ചെയ്യാൻ സംബന്ധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവരോടും നൗഷാദ്, നമ്മളെല്ലാം അറിയുന്ന തരിഞ്ഞ് എല്ലാവരോടും എല്ലാ സുഹൃത്തുക്കളും വന്നിട്ടുള്ളത്, എല്ലാവർക്കും സന്തോഷം വന്നതിൽ hope we will have another discussion soon, inshallah. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.